ലോകാ സമസ്താ സുഖിനോ ഭവന്തു. നമ്മൾ ആരെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പം അവരെ നല്ലവണ്ണം വേദനിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവരുടെ സ്നേഹം നാം ചൂഷണം ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ചൂഷണം ചെയ്യുമ്പം യഥാർത്ഥത്തിൽ നമ്മൾ വിചാരിക്കും നമ്മൾ മിടുക്കരും അവർ വിഡ്ഢികളുമാണെന്ന്. അങ്ങനെയല്ല സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ പമ്പര വിഡ്ഢികളാവുകയും അവർ യഥാർത്ഥത്തിൽ നല്ല ആൾക്കാരായി തന്നെ ജീവിക്കുകയും ചെയ്യും. ഒരിക്കൽ നമ്മൾ അവരെ പറ്റിച്ചു എന്ന് പറഞ്ഞ് അവരൊരിക്കലും നശിക്കാൻ പോകുന്നില്ല, അവർ വേദനിക്കാനും പോകുന്നില്ല. ഒരല്പവേദന അവർക്കുണ്ടാവും, അത്ര തന്നെ. അത് കഴിഞ്ഞാൽ അവരതിൽ നിന്നും തരണം ചെയ്യും. പക്ഷെ നമ്മളോ നന്നായിട്ട് അവരെ പറ്റിച്ചതിന് ശേഷം വീണ്ടും ശാപവും അഴുക്കുകളും കറകളും കൊണ്ട് നമ്മളുടെ മനസ്സിനെ നിറച്ചിട്ട് ദീപം കയറി വരാനുള്ള, വെളിച്ചം കയറി വരാനുള്ള അവസരം നമ്മളാണ് നമ്മളുടെ നഷ്ടപ്പെടുത്തുന്നത്. അല്ലാതെ അവർക്കൊന്നും സംഭവിക്കില്ല, അവർക്കൊരു ദോഷവും സംഭവിക്കില്ല. അപ്പൊ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരെ പറ്റിച്ചാലും നമ്മളാണ് നശിക്കുന്നത്, അവരല്ല. ആ ബോധം നമ്മളിൽ നിലനിർത്തുക തന്നെ വേണം. ഇത് നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ നമ്മൾക്ക് മാത്രമേ കഴിയുള്ളൂ. ഭഗവാന്റെ സഹായത്തോടുകൂടി ഇത് നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. ആരെയും വേദനിപ്പിക്കാതെ, വിഷമിപ്പിക്കാതെ, സങ്കടപ്പെടുത്താതെ ജീവിക്കാൻ ഓരോ വ്യക്തികൾക്കും കഴിയും. അതിലൂടെ നമ്മളുടെ ഈ പ്രകാശം മറ്റുള്ളവർക്കും കൊടുത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. അതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഭഗവാൻ കൂടെ ഉണ്ടാവും. ഭഗവാൻ എല്ലാ ഭാഗ്യവും നമ്മൾക്ക് തരും. എല്ലാവർക്കും കൊടുക്കാൻ കഴിയും, എല്ലാവർക്കും കിട്ടും. ഈ മഹാഭാഗ്യം എല്ലാവർക്കും കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.